ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ UAE യാത്ര തുടരുകയാണ്. ഇന്ന് ഞാൻ പോകുന്നത് കോർഫക്കാൻ കാണാൻ വേണ്ടിയിട്ടാണ്. ഷാർജയിലെ തന്നെ ഒരു പ്രദേശമാണ്. ഞങ്ങൾ ഇവിടുന്ന് രാവിലെ തന്നെ യാത്ര തിരിച്ചു. ഏകദേശം ഒരു 3 മണിക്കൂറോളം യാത്രയുണ്ട്. ഈ കാണുന്നതൊക്കെ ഇവിടെ ഈ ഷാർജയിലുള്ള ഗവൺമെന്റ് ഓഫീസുകളൊക്കെയാണ്. നല്ല അടിപൊളി റോഡാണ്. നല്ല രസമുള്ള യാത്രയായിരുന്നു. കോർഫഖാനെ കുറിച്ച് കുറച്ച് ഞാൻ വിവരിക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ കിഴക്കൻ തീരത്ത് ഒമാൻ ഉൾക്കടലിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഷാർജയിലെ തന്നെ ഒരു നഗരവും ആണ് കോർഫഖാൻ. ഭൂമിശാസ്ത്രപരമായിട്ട് ഫുജൈറ എമിറേറ്റിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഫുജൈറ സിറ്റി കഴിഞ്ഞാൽ കിഴക്കൻ തീരത്തെ രണ്ടാമത്തെ വലിയ നഗരമായ കോർഫഖാൻ, രണ്ട് താടിയെല്ലുകളുടെ അരുവി എന്നർത്ഥം വരുന്ന കോർഫഖാൻ ഉൾക്കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോർഫഖാൻ കണ്ടെയ്നർ ടെർമിനലിന്റെ ആസ്ഥാനമാണ് ഇവിടം. മേഖലയിലെ ഏക സ്വാഭാവിക ആഴക്കടൽ തുറമുഖവും UAEയിലെ പ്രധാന കണ്ടെയ്നർ തുറമുഖങ്ങളിലൊന്നുമായ കോർഫഖാൻ തുറമുഖം ഷാർജയുടെ കിഴക്കൻ കടൽ തീരത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു. ഇത് ഏഷ്യയുമായും ഫാർ ഈസ്റ്റുമായും ബന്ധം വിപുലീകരിക്കുന്നു. ഷാർജ എമിറേറ്റിന്റെ 3 തുറമുഖങ്ങളിലൊന്നാണ് ഈ തുറമുഖം. അടുത്ത മണൽ ബീച്ചുകളും പവിഴപ്പുറ്റുകളും കാരണം നിരവധി സമുദ്രജീവി പ്രേമികളെ ആകർഷിക്കുന്നതിനാൽ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്കിടയിൽ കോർഫഖാൻ ഒരു ജനപ്രിയ സ്ഥലമാണ്. കോർഫഖാൻ ബീച്ച് ഈ പട്ടണത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന UAEയിലെ കിഴക്കൻ തീരത്തെ ഷുമൈലിയ പർവ്വത നിരകൾക്കും അറബിക്കടലിനും ഇടയിലാണ് കോർഫഖാൻ സ്ഥിതി ചെയ്യുന്നത്. കോർഫഖാന്റെ ഉൾക്കടൽ വടക്ക് കിഴക്ക് അഭിമുഖമായാണ് ഉള്ളത്. കണ്ടെയ്നർ കപ്പലുകൾക്കുള്ള ഒരു ജെട്ടി സർവീസിംഗ് ടെർമിനൽ ഉള്ളതുകൊണ്ട് നിലവിലുള്ള കാറ്റിൽ നിന്ന് കോർഫഖാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കോർഫഖാന്റെ പർവ്വതനിരകളും ഷാർജ കോർഫഖാൻ ഹൈവേക്ക് പുറത്ത് ഒരു ഗ്രാമത്തിന് മുകളിൽ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന റിഫൈസ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. അവിടെ വെള്ളം വളരെ ശാന്തമായിരിക്കുമ്പോൾ പഴയ വീടുകളുടെ മുകൾ ഭാഗം ദൃശ്യമാകും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ കുറേ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചുറ്റിനും മലകൾ മാത്രമേ ഉള്ളൂ. ഈ മല മുറിച്ചാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഖനനം നടത്തുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. കുറേ യാത്ര ചെയ്യുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഒരു വില്ലേജ് മാതിരിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ 5ഓളം ഗുഹകൾ കടന്നു വേണം നമ്മൾ കോർഫഖാൻ എത്താൻ. നമ്മുടെ വണ്ടി തന്നെ ഏകദേശം ഒരു 80-100 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നഗര പരിധി വിട്ട് ഇങ്ങനെ മലകളുടെ നടുവിലൂടെ യാത്ര തുടർന്നു. ഇടയ്ക്ക് ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് കെട്ടിടങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ മാത്രമേ ആൾതാമസമൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഗുഹയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും നീളം കൂടിയ ഒരു ഗുഹ. ഏകദേശം ആ ഗുഹയ്ക്കകത്ത് തന്നെ ഒരു 5-6 മിനിറ്റോളം യാത്ര ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗുഹയുടെ പുറത്തേക്ക് എത്താൻ പോവുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ മാതിരി ഒരു 5-6 മിനിറ്റ് ദൂരം, 6 മിനിറ്റോളം നമ്മൾ ഈ ഗുഹയ്ക്കകത്തൂടെ യാത്ര ചെയ്തു. ഈ ഗുഹ കഴിഞ്ഞ പാടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറെ കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇറങ്ങി റെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് യാത്ര തുടരുന്ന ഒരു സ്ഥലമാണിത്.
വീണ്ടും അടുത്ത ഗുഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് ഇതിന്റെ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഗുഹയുടെ പുറത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞാൻ 2 ഗുഹ എടുത്തില്ല കേട്ടോ. മൊത്തം ഇതിനകത്ത് ഗുഹ തന്നെ ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഗുഹ ഷൂട്ട് ചെയ്തില്ല. പിന്നീട് ഞാൻ എടുത്തത് ഏറ്റവും അവസാനം കയറിയ ഒരു ഗുഹയാണ്. ഈ ഗുഹയുടെ ഒരു പ്രത്യേകത, നല്ല വളമുള്ള ഗുഹയാണ്. അകത്തുനിന്ന് റൈറ്റിലേക്ക് വളഞ്ഞ് ലെഫ്റ്റിലേക്ക് വളഞ്ഞ് ആ രീതിയിലാണ് ഈ ഗുഹയുള്ളത്. ഏകദേശം ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറായി നമ്മൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് ഇനി നമ്മൾ കോഫർ ഖാൻ എന്ന ആ ഒരു ചെറു പട്ടണത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഇത് ശരിക്കും ഒരു കടലിന്റെ തീരത്താണുള്ളത്. അങ്ങനെ കോഫർ ഖാന്റെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർഫഖാൻ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അവർ താമസിക്കുന്ന വില്ലകളും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കോർഫഖാനിലെ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ കാണുന്നത് അതിൻ്റെ പാർക്കുകളാണ്. അപ്പോൾ വണ്ടി ഇവിടെ നിന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മുന്നിൽ പോയിട്ട് വേണം പാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. നല്ല സുന്ദരമായ ഒരു ചെറു പട്ടണം തന്നെയാണ് കോർഫഖാൻ. റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ചെന്നെത്തുമ്പോൾ അവിടെ ഒരുപാട് മലയാളികളെ ടൂറിസ്റ്റുകളായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ല ഭംഗിയില്ല ഈ ഭാഗമൊക്കെ കാണാനായിട്ട്. ഇത് ഒരു നടപ്പാതയാണ്, ബീച്ച് സൈഡിൽ കൂടെയുള്ള ആ നടപ്പാത. ഇത് കാണുന്നത് അറബിക്കടലാണ്.
മനുഷ്യനിർമ്മിതിയാൽ ഉണ്ടാക്കിയ ഒരു ആ, വെള്ളച്ചാട്ടമാണിത്. ഈ കാണുന്നതാണ് ആംഫി തിയേറ്റർ. ഒരു ഓപ്പൺ സ്റ്റേഡിയം ആണ്. നല്ല ഭംഗിയിൽ ഇത് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള, ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അതിന്റെ മുന്നിലുണ്ട്. കോർഫാഖാൻ ആംഫി തിയേറ്റർ എന്നാണ് ഈ തിയേറ്ററിന്റെ പേര്. അപ്പം ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. അതുപോലെ അതിന്റെ മുന്നിലായിട്ട് ഒരു ചെറിയ പീരങ്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഈ കടലിന്റെ അകത്ത് ഒരു ദ്വീപുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണാൻ പോവാണ്. ബോട്ട് എടുത്തിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഷംസു ആ ബോട്ടുകാരനോട് സംസാരിച്ച് ഒരു റേറ്റൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാണുന്നതാണ് ദ്വീപ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടലിന്റെ അടിത്തട്ട് കാണാൻ കഴിയും, ഫിഷിനെ കാണാൻ കഴിയും എന്നൊക്കെ പറഞ്ഞാണ് ഇവർ നമ്മളെ അങ്ങോട്ടേക്ക് നയിച്ചു കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ല. ആ സമയത്ത് വെള്ളത്തിന് ഒരുമാതിരി പച്ച കളറായിരുന്നു. സമയം ഇവിടെയൊക്കെ ഈ ദ്വീപിലൊക്കെ വന്ന ആൾക്കാർ ഇറങ്ങി നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു ടെന്റൊക്കെ നിർമ്മിച്ചു വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീണ്ടും കരയിലേക്ക് പോവുകയാണ്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഈ സൂര്യാസ്തമയം കാണാനായിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോവുക. നമ്മൾ നേരത്തെ കണ്ട ആംഫി തിയേറ്റർ ആ ഭാഗത്തുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കരയിൽ എത്തിയിരിക്കുകയാണ്. അത് കണ്ടോ, ആ വെള്ളത്തിന്റെ കളർ കണ്ടോ, പച്ച കളറാണ് വെള്ളം. ഇപ്പൊ എന്തോ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് അത് പച്ചയായതാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് സൂര്യാസ്തമയം കാണാൻ വേറൊരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.